കേരളത്തിന് ഇപ്പൊ എത്ര സ്വപ്ന പദ്ധതിയായി? എല്ലാ സ്വപ്ന പദ്ധതിയാണ് ഓരോന്ന് യാഥാർത്ഥ്യം വന്നത്. ആ സ്വപ്ന പദ്ധതികൾ ഓരോന്നായി തീരുമാനിക്കുക, നടപ്പാക്കുക, പ്രാവർത്തികമാക്കുക. അതിൽ ഏറ്റവും പുതിയതാണ് തുരങ്കപാത. അത് പക്ഷേ 2016 മുതലുള്ള LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ്. അതെല്ലാ വിദഗ്ധ പരിശോധനകൾക്കും ശേഷം യാഥാർത്ഥ്യമാകുന്നത്. നമ്മളിപ്പോൾ മുമ്പ് സംസാരിച്ച ഭാഗത്ത് മുമ്പ് നമ്മൾ ഇടവേളയിലേക്ക് പോയപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ തിരുവമ്പാടി സുഹൃത്തുക്കളെല്ലാം രാവിലെ കൂടുതൽ സജീവമായി നമ്മൾക്ക് സംസാരിക്കാൻ. ഈ പ്രദേശം കൂടി ഒന്ന് പരിചയപ്പെടുത്താം. നേരത്തെ MLA ആണ് എനിക്ക് പറഞ്ഞത്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു വഴിയുണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക്. അതാണ് ഇപ്പോൾ ജയേഷ് ഇപ്പം മെല്ലെ അവിടേക്ക് തിരിയാണ്. ജയേഷ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ്. കാണുന്ന ബോർഡുമൊക്കെ കാണാം. ഇന്നത്തെ ഉദ്ഘാടനത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് മലയോര ഹൈവേയിൽ നിന്ന് നേരിട്ട് തുരങ്കപാത ഭാവിയിൽ കാണുമ്പോൾ, ഭാവിയിൽ ഒരു 3-4 വർഷം അപ്പുറം മനു ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വരികയാണ്. മനസ്സിൽ കാണാതെ അതവിടെ നിൽക്കട്ടെ. മനസ്സിൽ ഇപ്പൊ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ. അപ്പൊ കണ്ടല്ലോ, ഇവിടെ ഇപ്പൊ 108 കോടിക്ക് ആ റോഡും ആകുന്നു. മനസ്സിലായല്ലോ. പക്ഷെ ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അത്രയല്ല, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ പോയി നേരെ ടണലിൽ കയറി അങ്ങനെ എത്തിയില്ലേ? മേപ്പാടിയിലെത്തിയില്ലേ? അതാണ് ആ വഴി. അപ്പൊ ബാക്കി നന്നായിട്ട് അവർ നമുക്ക്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഒരു വലിയ അഭിമാനമാണ്. ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്? ഞങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ്. കാരണം ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ബിസിനസ് ചെയ്യുന്നവരും കൃഷി ചെയ്യുന്നവരും ഉണ്ട്. കർണാടകയിലും അതുപോലെ തന്നെ വയനാട് പ്രദേശത്ത് ദേഗൂര്, എടയാല്, നഞ്ചങ്കോട്, നരസിപുര, കൊല്ലേകല് ആ ഭാഗത്തൊക്കെ കൃഷി ലീസ്റ്റിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പൊ 3-4 ദിവസമായിട്ട് വിദ്യാർത്ഥികൾ വന്നവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ടണ്ണ് കണക്കിന് പച്ചക്കപ്പ അവിടുന്ന് വന്നിട്ട് വയനാട് കൽപ്പറ്റ പോലത്തെ സ്ഥലത്ത് നിർത്തിയിട്ട് കേടുവന്നു പോയിരിക്കുക. ഇപ്പം ഈ പ്രദേശത്ത് കപ്പ ഇപ്പോൾ ഉൽപാദനമില്ല, ഈ കാട്ടുപന്നിയുടെ ശല്യം കാരണം. അപ്പോൾ ബീച്ചിനുകളി ഭാഗത്തു നിന്നാണ് വാവലി ചെക്ക് പോസ്റ്റ് കടന്ന് കപ്പയൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അത് ഇവിടേക്ക് വരാതെ അവിടെ ഒരുപാട് പച്ചക്കറികൾ അവിടെ കിടന്ന് നശിച്ചു പോയി. ഇപ്പം ഞങ്ങളുടെ വലിയ ആവേശം, ഓണക്കാലമാണെങ്കിലും ഓണത്തേക്കാൾ വലിയ ആവേശത്തിലാണ് ഞങ്ങൾ. മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആവേശവും ശക്തിയും പ്രതീക്ഷയൊക്കെ ഞങ്ങളുടെ MLA ആണ്. അപ്പം ഞങ്ങൾ വലിയ ഒരു പ്രതീക്ഷയിലാണല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സർക്കാർ പറയുന്നത്, കേരളത്തിന്റെ സർക്കാർ പറയുന്നത് ഇത് പ്രഖ്യാപിച്ചു, ഇന്ന് നിർമ്മാണോദ്ഘാടനം തുടങ്ങുന്നു, പരമാവധി ഒരു MLA പറഞ്ഞ ഒരു 3-4 വർഷം എടുക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് 3-4 വർഷം കൊണ്ടൊക്കെ തീരുവോ, അതോ അങ്ങനെ കിടന്ന് എഴയുവോ എന്നുള്ള ആശങ്ക എന്തെങ്കിലും ഉണ്ടോ? LDF സർക്കാരാണെങ്കിൽ 4 കൊല്ലത്തുള്ളത് തീരും. അതിലൊരു വലിയ കൊളുത്തുണ്ടല്ലോ. ഇതിനിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതാണ് ഗംഭീര പൊളിറ്റിക്കൽ ഗോളാണ്. അതായത് LDF സർക്കാർ തുടർന്നാൽ തീരും, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല എന്നാണ്. അതെന്തറിയോ, കല്ലിട്ടൊരു കാലം നമ്മുടെ മുൻപിലുണ്ട്. കല്ല് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അതിലാണ് ഈ പറയുന്നത്. അപ്പോൾ അല്ല, ഇങ്ങോട്ട് നാണിക്കുന്നത്. എന്താ ചേട്ടാ പേര്? രമേശ് ചേട്ടാ, നിങ്ങളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നില്ലേ ഈ പദ്ധതി? ഇന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമുണ്ടല്ലോ, അതിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വരുമെന്ന്? അത് മറ്റു പല പദ്ധതികളും പിണറായി സർ പറഞ്ഞ പോലെ തന്നെ, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വരുന്ന ഉറപ്പായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അങ്ങ് ഉറപ്പായി അല്ലേ? പിന്നെ അതിന് കൂടെ MLA കട്ടക്ക് നിന്നു. അല്ല, അതെന്താ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ഉറപ്പായി എന്ന് പറയുന്നത്? എന്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ? ഇതുവരെ വന്ന് ഹൈവേ നടക്കില്ലെന്ന് വിചാരിച്ചു, ഗെയിൽ പൈപ്പ് ലൈൻ അത് നടക്കില്ലെന്ന് വിചാരിച്ചു. നടത്തുന്ന പിണറായി സർക്കാർ പറഞ്ഞു, അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുരങ്കപാത എന്തായാലും നടപ്പിലാവുന്നതാണ് പ്രതീക്ഷ. നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് പോകണ്ടേ തുരങ്കപാത കൂടെ? അല്ല, നമുക്ക് ഈ തുരങ്കപാത കൂടെ പോണ്ടേ? തീർച്ചയായിട്ടും പോകണം. അതെങ്ങനെ നാണിച്ചെന്നാ ശരിയാവൂ? ഇല്ല. നാണോ ആർക്കെന്ന്? പക്ഷെ മൈക്കിന്റെ മുമ്പിലൊക്കെ വന്ന് പറയാനൊരു വിമുഖത അല്ലേ? അല്ല, ഇത് യാഥാർത്ഥ്യമാകുമ്പോ എല്ലാരും വരും, നമ്മൾ മാത്രമല്ല എല്ലാരും വരും. അതോ ഇത് ഈ മാപ്രകളോടുള്ള കലിപ്പാണ്? അത് നമ്മട്ടും കൂടെ താങ്ങിയതാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളെ ഈ നാടിന്റെ ഒരു ഉത്സവമാണ് ഇന്ന്. അതുകൊണ്ട് വൈകിട്ടാണോ അല്ലെ പരിപാടി? അതെ, വൈകിട്ട് 3 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. ചെറുപ്പക്കാരുടെയൊക്കെ ഇടയിൽ ചർച്ചയാണോ? അവരുടെ മനസ്സിൽ എന്താണ് ഇതേക്കുറിച്ച്? ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, വരുമ്പോ കയറി സഞ്ചരിച്ചു കളയാം എന്ന ഈ മലയോര മേഖല ചർച്ച ചെയ്യുന്നു. ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പൊ അതിനകത്ത് ചർച്ചയ്ക്ക് ഒരു വേറെ വഴിത്തിരിവില്ല. എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സംഭവം. നാടിന്റെ ടോക്കാണോ? യെസ്, അത് ഇന്ന് ഉത്സവമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെ മുതലേ ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ശരി, അതിഗംഭീരമാണ്. കാരണം ഒരു നാട്ടിലേക്ക് വരുന്നൊരു വലിയ മാറ്റം. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞല്ലേ, MLA-യുടെ AI വീഡിയോ ഈ പ്രോജക്റ്റുമായി ബന്ധമൊക്കെ കണ്ടോ? പിന്നെ എങ്ങനെയുണ്ട്? കണ്ടിട്ടുണ്ട്. MLA ഒരു
കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറക്കിയതാന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നല്ല. നമ്മളൊക്കെ അതല്ല, ആളുകൾക്ക് മനസ്സിലാവണ്ടേ. ഇന്ന് നാടിന്റെ ഉത്സവമാണെന്ന് പറയുക മാത്രമല്ലല്ലോ, ഉത്സവമാകണമെങ്കിൽ അത് ആളുകൾക്ക് ബോധ്യപ്പെടണം, അതിന്റെ സാധ്യത മനസ്സിലാവണം. അത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു പാത വന്നാൽ ഉണ്ടാകുന്ന ഒരു വലിയ സാധ്യത, ഒരുപാട് വിജയ സാധ്യതകൾ തന്നെയാണുള്ളത്. ആളുകൾക്കിടയിൽ അത് ആളുകൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യുവജനങ്ങൾക്ക് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു ഭാവിയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. എന്തു പറയുന്നു? സമയലാഭം വളരെ വലുതാണ് അല്ലേ? വലുതാണ്, വളരെ വലുതാണ്. ഇക്കാലത്ത് സമയത്തിന് കൂടുതൽ വിലയാണ്. കൂടുതൽ വിലയാണ്. ഈ പാത വന്നാൽ നമ്മൾ വളരെ സൗകര്യമാണ്, ഇത്ര എളുപ്പ വഴിയാകും. എല്ലാവരും ഞങ്ങൾ ഉത്സവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ മലയോര ഉത്സവം തന്നെയാണ്, ഓണമല്ല ആഘോഷിക്കുന്നത്. ഞങ്ങൾ ഈ മലയോര ഉത്സവം ആഘോഷിക്കുന്നത്. നമ്മളൊക്കെ ജീവിച്ചു തുടങ്ങിയ ഒരു കാലത്തുനിന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്, അല്ലെ, ഒരു കാലത്ത് റോഡുകളും ഇല്ല, എല്ലാം ഏറെ ദുർഘടം പിടിച്ചൊരു കാലത്തിലൂടെ ജീവിച്ചു വന്നിട്ട് ഈ മാറ്റം എന്ന് പറയുന്നതിനെ വളരെ ഞാനൊക്കെ പോകുന്ന കാലത്ത് കട്ടർ വഴി, അതേപോലെ തന്നെ ബസ്സില്ല, നടന്നു വരണം, ചെറിയ വഴികളാണ്. ഈ വഴി ഇതുപോലെ വഴികളൊന്നുമില്ല അന്നത്തെ കാലത്ത്. പാലങ്ങളില്ല, തോട് മുറിച്ച് കിടക്കണം. അന്ന് കവുങ്ങിട്ട് പാലം കിട്ടിയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. സ്കൂളിൽ പോയത് അങ്ങനെയായിരുന്നു, നടന്നാ പോയിരുന്നത്, മരം നടന്നു പോകുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമാണ്, വളരെ ആഘോഷമാണ്. ഇതും കൂടെ വരുമ്പം വളരെ സന്തോഷമാണ് കേൾക്കുന്നത്. ഞങ്ങൾ അച്ഛന്മാരും കാരണന്മാർ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഒരു അഭിലാഷം അതൊക്കെ എല്ലാം അവരെയും കൂടെ ഒരു സന്തോഷമാകട്ടെ. ഒരുപാട് സ്വപ്നങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കാരണന്മാരൊക്കെ ഉണ്ട്. സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിലെ ആലോചന, ഇങ്ങനൊന്നും എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിരുന്നു ഒരു മലയൊക്കെ തന്നെയാണ്. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത, നമുക്കൊന്നും കാണാൻ പോലും കഴിയാത്തൊരു സംഭവമാണ് വരാൻ പോകുന്നത്. അതിൽ എന്തിനും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ MLA കട്ടയ്ക്കുണ്ട്. അതാണ് ഞങ്ങൾക്കുള്ള MLA പറയുന്നത്. MLA യുടെ ധൈര്യം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി